തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഫലങ്ങൾ പുറത്തുവരുമ്പോൾ എൽഡിഎഫിന് കനത്ത പ്രഹരമാണ് ലഭിച്ചിരിക്കുന്നത്. എന്താണ് എൽഡിഎഫിന് സംഭവിച്ച കോട്ടം എന്ന് ഒന്ന് പരിശോധിച്ചാൽ ആദ്യമായി മുന്നിൽ നിൽക്കുന്നത് ജനവിരുദ്ധ വികാരം, ഭരണവിരുദ്ധ വികാരം എന്നത് തന്നെയാണ്. ജനങ്ങളുടെ മനസ്സിൽ ജനങ്ങൾക്ക് ശത്രുത ഉണ്ടാക്കുന്ന തരത്തിലുള്ള നിരവധി നിലപാടുകൾ ഈ സർക്കാർ സ്വീകരിച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി പറയാവുന്നത് സനാതന ധർമ്മത്തിനോട് ഈ സർക്കാർ സ്വീകരിച്ച നിലപാടുകൾ തന്നെയാണ്. ശബരിമലയിൽ അയ്യപ്പ ഭക്തന്മാരുടെ മനോവികാരങ്ങളെ എല്ലാം മാനിക്കാത്ത തരത്തിലുള്ള നിലപാടുകളാണ് ഈ സർക്കാർ സ്വീകരിച്ചത്. ഏറ്റവും ഒടുവിൽ ഇതെല്ലാം പാരയാകും എന്ന് കണ്ടപ്പോൾ ഒരു ആഗോള അയ്യപ്പ സംഗമവും നടത്തി തിരിച്ചു കയറാൻ സർക്കാർ ശ്രമിച്ചു. എന്നാൽ അതും നടന്നില്ല. മറ്റൊന്ന് സ്ത്രീവിരുദ്ധ വികാരം, സർക്കാർ സ്വീകരിച്ച സ്ത്രീവിരുദ്ധ വികാരം. അതിൽ ഏറ്റവും ഒടുവിൽ 2 ദിവസം മുൻപ് വന്ന ദിലീപിന്റെ നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനുണ്ടായ ആ വിധിയും സർക്കാരിന് പാരയായി എന്ന് തന്നെ പറയണം. അത് കഴിഞ്ഞ് തികച്ചും 2 ദിവസം കഴിയുമ്പോഴേക്കും വീണ്ടും വോട്ടെടുപ്പ് വരുന്നു. പകുതി സ്ഥലങ്ങളിൽ, അതായത് പകുതി ജില്ലകളിൽ, മലബാറിന്റെ ഭാഗത്ത്, വടക്കൻ ജില്ലകളിലെല്ലാം ഈ വിധി വന്നതിന് ശേഷമാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. അതും തിരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടുണ്ടാകും. തിരുവനന്തപുരത്ത് തിരുവനന്തപുരം ജില്ലയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഈ സർക്കാരിനോട് വിരുദ്ധത കാരണമായിട്ടുണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഫലം പുറത്തു വരുമ്പോൾ മണിയാശാൻ നടത്തിയ ഒരു പ്രസ്താവനയും വളരെയധികം ജനങ്ങളെ അപമാനിക്കുന്ന തരത്തിലുള്ളതാവുകയാണ്. ആനുകൂല്യങ്ങളെല്ലാം വാങ്ങി ഉപയോഗിച്ചിട്ട്, എല്ലാം വാങ്ങി തിന്നിട്ട്, ശാപ്പാട് കഴിച്ചിട്ട്, ആഹാരം കഴിച്ചിട്ട് ഞങ്ങളെ തോൽപ്പിച്ചു എന്നാണ് മണിയാശാൻ പറയുന്നത്. അത് ഏറ്റവും വലിയ ജനവിരുദ്ധ വികാരം തന്നെയാണ്. ഒരു ഭരണാധികാരി, അതും ഒരു മന്ത്രിയായിരുന്ന ഒരു വ്യക്തി ഒരിക്കലും പറയാൻ പാടില്ലാത്ത, ഒരു രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും പറയാൻ പാടില്ലാത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് മണിയാശാന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഇതിനു മുൻപും എം മണി നിരവധി പ്രസ്താവനകൾ ഇതുപോലെ നടത്തുകയും സർക്കാരിനെ വെട്ടിലാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് ഇങ്ങനെ നോക്കുകയാണ് എങ്കിൽ സർക്കാരിന് ഒരു കനത്ത പ്രഹരം ഇവിടുത്തെ ജനങ്ങൾ നൽകാൻ കാരണമായത് അത് സർക്കാരിന്റെ കയ്യിലിരിപ്പ് തന്നെയാണ് എന്ന് പറയേണ്ടി വരും. വെറുതെ ഒന്നും ഇവിടുത്തെ ജനങ്ങൾ ആർക്കും വോട്ട് കൊടുക്കില്ല. ഇവിടെ ഒരുപക്ഷെ നമ്മളെല്ലാം പൊതുവിൽ പറയുന്നത് പോലെ ഒരു രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ടാകും. സ്ഥിരമായി ഒരു രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന, സ്ഥിരമായി ഒരു രാഷ്ട്രീയ കക്ഷിക്ക് വോട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാകും. പക്ഷേ എന്താണ് ശരി, എന്താണ് തെറ്റ് എന്ന് ചിന്തിക്കുന്ന സമയത്ത് രാഷ്ട്രീയം മാറി ചിന്തിക്കാൻ കേരളത്തിലുള്ള ജനങ്ങൾ തയ്യാറാകും എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് ഇപ്പോൾ BJPക്ക് ലഭിച്ചിരിക്കുന്ന ഈ ഒരു വലിയ സ്വീകാര്യത. BJPയെ ചവിട്ടി താഴ്ത്തിയിട്ടിരുന്ന, BJPക്ക് ഇവിടെ ജയിക്കാൻ വരാൻ പറ്റില്ല, BJPക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല, BJPയുടെ BJPയുടെ സംസ്ഥാന നേതൃത്വം വളരെ മോശമാണ് എന്ന രീതിയിലുള്ള പലതരത്തിലുള്ള പ്രസ്താവനകളും ഇവിടെ മറ്റ് കക്ഷികളും മറ്റ് രാഷ്ട്രീയത്തിൽപ്പെട്ടവരുമൊക്കെ പലകുറി ആവർത്തിക്കുന്നതായിരുന്നു. അതുപോലെ തന്നെ തൃശൂർ കിട്ടിയപ്പോഴും, സുരേഷ് ഗോപി ജയിച്ചപ്പോഴും, സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായപ്പോഴും അദ്ദേഹത്തിനെ പലതരത്തിൽ താഴ്ത്തിക്കെട്ടാൻ നോക്കിയ ഒരു രീതികളാണ് ഇവിടെ ഇതുവരെ നിലനിന്ന് പോകുന്നത്. എന്നാൽ അതിനെയെല്ലാം കാറ്റിൽ പറത്തി എന്താണ് ശരി, എന്താണ് തെറ്റ് എന്നത് ചിന്തിക്കാൻ ജനങ്ങൾക്ക് ഇപ്പോഴും അവസരമുണ്ട്. അവരത് ചെയ്യും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ്. ഇനി മറ്റൊന്ന് പറയാനുള്ളത്, ഇനി BJPക്ക് ഇതൊരു വലിയ ഉത്തരവാദിത്തമാണ്. BJP വാഗ്ദാനം ചെയ്തതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തിരുവനന്തപുരത്ത് കൊണ്ടുവരികയും അദ്ദേഹം തിരുവനന്തപുരം നഗരത്തിന്റെ വികസനത്തിന് ഒരു മാസ്റ്റർ പ്ലാൻ നൽകുകയും ചെയ്താൽ, അത് ഇപ്പോൾ നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭരണ നേതൃത്വത്തിൽ കാണുന്ന മികവ് പോലെ തിരുവനന്തപുരം അത്തരത്തിലൊരു നിലവാരത്തിലേക്ക് ഉയരുകയാണ് എന്നുണ്ടെങ്കിൽ ഇനി ഒരിക്കലും BJPക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. BJP UP എന്ന സംസ്ഥാനം ഇപ്പോൾ യോഗി ആദിത്യനാഥ് ഭരിക്കുന്നത് പോലെ തന്നെ കേരളത്തിൽ BJP സർക്കാർ ഭരിക്കുന്ന കാലം തുടർച്ചയായി ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നെന്നും തിരുവനന്തപുരത്തിന് ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ തന്നെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. അത്രമാത്രം ഒരു ജനഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെന്ന്, ജനഹൃദയത്തിൽ BJP അവരുടെ സ്ഥാനം എടുത്തു കഴിഞ്ഞു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഈ ഒരു ഫലം എന്ന് പറയുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു ട്രയൽ റൺ ആണ്, നിയമസഭയുടെ തെരഞ്ഞെടുപ്പിന്റെ ട്രയൽ റൺ ആണ് എന്നാണ് തെരഞ്ഞെടുപ്പിന് മുൻപ് പ്രചരണ സമയത്തൊക്കെ നേതാക്കന്മാർ പറഞ്ഞിരുന്നത്. എന്തായാലും അത് അക്ഷരം പ്രതി BJPയുടെ കാര്യത്തിൽ ശരിയായിരിക്കുകയാണ്. ഇനി BJPക്ക് ഒരു വലിയ ഉത്തരവാദിത്തമാണ് മുന്നോട്ട് വരുന്നത്. ഈ ഭരണം, ഈ ഒരു മികവ് തുടർന്നുള്ള തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകണം എന്നുണ്ട് എങ്കിൽ BJP നല്ല രീതിയിൽ BJPയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ച് ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നു എന്ന ഒരു ബോധം അവർക്കുണ്ടാകുന്ന രീതിയിൽ മുന്നോട്ട് പോവുകയാണ് എന്നുണ്ട് എങ്കിൽ നരേന്ദ്രമോദി സർക്കാർ ഇന്ന് രാജ്യം വിട്ടുകൊടുക്കാതെ, മറ്റൊരു കക്ഷിക്കും വിട്ടുകൊടുക്കാതെ ഭരിക്കുന്നത് പോലെ, ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് സർക്കാർ തുടർച്ചയായി ഭരിക്കുന്നത് പോലെ തന്നെ BJPക്കും തുടർച്ചയായി ഒരു തുടർ ഭരണം കേരളത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ സംഭവിക്കട്ടെ എന്ന് തന്നെയാണ് കേരളത്തിലെ പ്രബുദ്ധ ജനത ഇന്ന് ഈ വിധിയെഴുത്തിലൂടെ ആശംസിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.